What's happening people, this is Kochi Machan and welcome back to another vlog. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ തംബ്നെയിൽ ഉണ്ടാവും ഗെസ് ദ ബൈക്ക്. അതെ, ഗെസ് ചെയ്യൂ ഇത് ഏത് ബൈക്കാണ്. ബൈക്ക് വളരെ കോമൺ ആയിട്ടുള്ള ബൈക്കാണ്, പക്ഷെ കുറച്ച് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആ ബൈക്ക് അങ്ങനെ കാണാതിരിക്കുന്നത്. അപ്പോൾ ഞാൻ വണ്ടി കാണിക്കുന്നതിന് മുമ്പ് എനിക്കൊരു ഗിഫ്റ്റ് അയച്ചു തന്നിട്ടുണ്ട്. നമ്മുടെ ന്യൂ ഇയറിന് എനിക്ക് ബോബോ ഗിയേഴ്സ് എന്ന് പറഞ്ഞ അവരൊരു മൊബൈൽ ഹോൾഡർ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ മൊബൈൽ ഹോൾഡർ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ മൊബൈൽ ഹോൾഡർ. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. ഇവിടെ അവർ എഴുതിയിട്ടുണ്ട് താങ്ക് യു ഫോർ യുവർ ഓർഡർ കൊച്ചി മച്ചാൻ, താങ്ക് യു ടീം ബോബോ ഗിയേഴ്സ്, ലെറ്റ്സ് ഓപ്പൺ ദിസ്. അപ്പോൾ ഇതാണ് നമ്മുടെ മൊബൈൽ ഹോൾഡർ, മൊബൈൽ ഗ്രിപ്പ് ജോ ഗ്രിപ്പ് ബൈക്ക് ഫോൺ ഹോൾഡർ വിത്ത് ഫാസ്റ്റ് USB 3 ചാർജർ. അപ്പോൾ നമുക്കിത് വേഗം ഓപ്പൺ ചെയ്യാം. 360 റൊട്ടേഷൻ, യൂണിവേഴ്സൽ ഫിറ്റാണ്, വാട്ടർ പ്രൂഫ് പ്ലഗും ഉണ്ട്. അപ്പോൾ ഇതാണ് ഇവരുടെ സൈറ്റ് bobogears.com. അതിൽ പോയാൽ നമുക്ക് ഈ മൊബൈൽ ഹോൾഡർ വാങ്ങാൻ പറ്റുന്നതായിരിക്കും. ഓപ്പൺ ചെയ്യാമല്ലേ. ഇവിടെ ഒരു ചെറിയൊരു കാർഡ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ. ഇതാണ് നമ്മുടെ മൊബൈൽ ഹോൾഡർ. നമ്മളിങ്ങനെ തിരിച്ചാണ് ഇത് മൊബൈൽ വെക്കണത്. നമുക്ക് സിമ്പിളായിട്ട് മൊബൈൽ വെക്കാം. നല്ല സ്ട്രോങ് ആൻഡ് സ്റ്റഡിയാണ്. ഞാനിത് വേറെ കുറേ പേരിൽ കണ്ടിട്ടുണ്ട് ഈ സാധനം. അപ്പോൾ നല്ല സ്ട്രോങ് ആൻഡ് സ്റ്റഡിയാണ്, വിത്ത് USB ക്വിക്ക് ചാർജിങ് ആണ്. ഇതിൻ്റെ സ്വിച്ച് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര നല്ലൊരു വാട്ടർ പ്രൂഫ് സ്വിച്ചാണ്. ചെറിയൊരു പ്ലാസ്റ്റിക് പൗച്ച് അല്ലെങ്കിൽ സോഫ്റ്റ് പൗച്ചിൻ്റെ അകത്താണ് ഇതിൻ്റെ സ്വിച്ചൊക്കെ കൊടുത്തേക്കുന്നത്. അപ്പോൾ നല്ല വാട്ടർ പ്രൂഫാണ്. ഇതാണ് നമ്മുടെ USB ചാർജറും. USB 3 ആണ്, നിങ്ങൾക്ക് കാണാം. ബ്ലൂ കളറാണ്. ബ്ലൂ കളർ എന്ന് വെച്ചാൽ USB 3 ചാർജിങ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മൊബൈൽ ഹോൾഡർ. ഇത് നമുക്ക് ഏത് രീതിയിലും പിടിപ്പിക്കാം. ഒന്ന് നമ്മുടെ മിററിൽ പിടിപ്പിക്കാം. നെക്സ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഹാൻഡിലിൽ പിടിപ്പിക്കാം, റൗണ്ടായിട്ട്. കണ്ടോ, എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും എല്ലാവർക്കും വേണ്ടി എനിക്കൊരു കൂപ്പൺ കോഡ് അയച്ചു തന്നിട്ടുണ്ട്. KM20 എന്നാണ് കൂപ്പൺ കോഡ്. ആ കൂപ്പൺ കോഡ് വെച്ച് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 20% ഓഫ് കിട്ടും ബോബോ ഗിയേഴ്സിൻ്റെ വെബ്സൈറ്റിൽ നിന്ന്. അപ്പോൾ താങ്ക് യു ബോബോ ഗിയേഴ്സ്. അപ്പോൾ വേഗം തന്നെ ഞാൻ ഇതൊരു വണ്ടി ഫിറ്റ് ചെയ്യുന്നതായിരിക്കും. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ആ വണ്ടി നമുക്ക് ഓടിച്ചു തുടങ്ങാം. അപ്പോൾ നമുക്ക് നേരെ പോവാം. യെസ്, അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ വണ്ടി. വണ്ടി ഏതല്ലേ? മോജോയുടെ XT എന്ന് പറഞ്ഞ മോഡൽ, അതായത് ഡുവൽ എക്സോസ്റ്റ്, ഡുവൽ സൈലൻസറും അപ്സൈഡ് ഡൗൺ ഫോക്സും ഉള്ള അതേ മോഡൽ. അത് മോഡിഫൈ ചെയ്തൊരു മോഡലാണ്. അതാണ് ഈ ഫ്രണ്ട് ഭാഗമൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നണേ. അപ്പോൾ ഞാൻ ഫുൾ കാര്യങ്ങളും വണ്ടിയോടെ നിർത്തിയിട്ടിട്ട് പറഞ്ഞുതരാം. ഇത് ഓടിക്കാനുണ്ടല്ലോ, ഇത് ശരിക്കും ഒരു എന്താ പറയുക, കണ്ടോ, ഈ ബൈക്ക് ശരിക്കും അങ്ങനെ ഒരു രീതിയിൽ ചെയ്ത് വെച്ചേക്കുക. മോർ പവർ ഫ്രം വാട്ട് വി ഹാവ്. ആ വണ്ടിയിൽ നിന്ന് മാക്സിമം എത്ര പവർ നമുക്ക് ഇനി എടുത്തുകൊണ്ടിരിക്കാൻ പറ്റും, അങ്ങനെ ട്യൂൺ ചെയ്തുകൊണ്ട് ഇരിക്കുന്ന വണ്ടിയാണ്. കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും ട്യൂണിങ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇപ്പോഴും നമ്മൾ മോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പരിപാടികളൊന്നും ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഇതാണ് നമ്മുടെ മോഡിഫൈഡ് മോജോ. ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ ഇൻസ്റ്റാഗ്രാം ID എന്ന് പറയുമ്പോൾ Ghost46 ആണ്. നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടുന്നതായിരിക്കും. Ghost46 എന്നാണ് പേര് ആളുടെ. എൻ്റെ വണ്ടിയും തുമ്പിയൊക്കെ ഞങ്ങളിങ്ങനെ ഒന്നിച്ച് മോഡിഫൈ ചെയ്ത് കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് ഇതിലും കുറേ പാർട്സൊക്കെ ഞങ്ങൾ ഒന്നിച്ചാണ് ബിൽഡ് ചെയ്തതും മേക്ക് ചെയ്തതൊക്കെ, എൻ്റെ വണ്ടിക്കും ഇവൻ്റെ വണ്ടിക്കും. അപ്പോൾ നമുക്ക് നേരെ വണ്ടിയിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഫ്രണ്ടിൽ നിന്ന് തുടങ്ങാം. ഫ്രണ്ടിൽ നിന്ന് ഇതിന് എന്താ മാറ്റം വരുത്തിയേക്കണേ? മോജോയുടെ 2 ഉണ്ട ഹെഡ് ലാമ്പ് അല്ലേ? ആ ഉണ്ട ഹെഡ് ലാമ്പ് എടുത്ത് കളഞ്ഞിട്ട് ഇവിടെ ചെറിയൊരു ഹെഡ് ലാമ്പ് വെച്ചിട്ടുണ്ട്. ഇതൊരു യൂണിവേഴ്സൽ ഹെഡ് ലാമ്പാണ്. അങ്ങനെ ഇന്ന വണ്ടിയുടെ ഒന്നുമില്ല. ഇതൊരു ജസ്റ്റ് ഒരു ലോക്കലായിട്ട് നമുക്ക് കിട്ടാവുന്ന ഒരു നോർമൽ ഹെഡ് ലാമ്പാണ്. പിന്നെ ഇവിടെ 2 ഫോഗ് ലാമ്പ് വെച്ചിട്ടുണ്ട്, ചെറുത്. നല്ല സ്പോട്ട് ലൈറ്റ് പോലത്തെ ഫോഗ് ലാമ്പാണ്. അടിപൊളിയാണ്, നല്ല വെട്ടമുണ്ട് അതിൽ നിന്ന്. പിന്നെ വൈസർ ഏതിൻ്റെന്ന് അറിയാമോ? വൈസർ ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ എടുത്ത് കമൻറ്റ് ചെയ്യുക വൈസർ ഏതിൻ്റെയാണ്. പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ LED ഇൻഡിക്കേറ്റേഴ്സ് ആക്കിയിട്ടുണ്ട്, ചെറിയ ഇൻഡിക്കേറ്റേഴ്സ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഹെഡ് ലാമ്പ് ക്ലാമ്പ് ചെയ്തേക്കണ ഇവിടെ 2 ക്ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഈ ക്ലാമ്പ് നമുക്ക് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്യാൻ പറ്റും. ഏകദേശം ഒരു 500-600 റുപ്പീസാണ്. ഈ നമ്മുടെ വൈസർ വെച്ചേക്കണതും ഹെഡ് ലാമ്പ് വെച്ചേക്കണ ക്ലാമ്പും നമുക്ക് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്യാൻ പറ്റും. പിന്നെ ഇതേപോലെ മീറ്റർ പിടിപ്പിച്ചേക്കണുണ്ടോ എൻ്റെ തുമ്പിൽ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. ഈ ഒരു ബോക്സ് ഇവിടെ ഞാൻ ബിൽഡ് ചെയ്തിട്ടുണ്ട്. അതേപോലത്തെ ബോക്സ് തന്നെയാണ് ഇവിടെയും ബിൽഡ് ചെയ്തത്. അപ്പോൾ നമ്മൾ സെയിം സ്ഥലത്ത് പോയി ഞങ്ങൾ ബിൽഡ് ചെയ്ത ഒരു ബോക്സാണിത്. ഞങ്ങൾ 2 പേർക്കും മീറ്റർ വെക്കാൻ തന്നെയാണ് ഞങ്ങളത് ബിൽഡ് ചെയ്തത്. ഇതാണ് സൈഡിൽ നിന്നുള്ള ലുക്ക്. സൈഡിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് എന്താ, ഫ്രണ്ടിലത്തെ ആ ഒരു സാധനം മാത്രമേ വ്യത്യാസമുള്ളൂ, ബാക്കിയൊന്നും അങ്ങനെ വ്യത്യാസപ്പെടുത്തിയിട്ടില്ല. ബാക്കിൽ നിന്നുള്ള നമ്പർ പ്ലേറ്റിൻ്റെ ആ ഹോൾഡർ അല്ലെങ്കിൽ ആ മഡ് ഗാർഡ് ചെറുത് പറഞ്ഞാൽ പുറത്തേക്ക് നിൽക്കണം, അത് മാറ്റിയിട്ട് ഒരു ഹഗ്ഗർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഈ സൈഡിലൊന്നും വ്യത്യാസമൊന്നും വരുത്തിയിട്ടില്ല. ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ സെയിം തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. ഫ്രണ്ടിലത്തെ ഡിസ്ക് ബ്രേക്സ് ആയാലും സെയിം, ബാക്കിലത്തെ ഡിസ്ക് ബ്രേക്സ് ആയാലും സെയിം, അതിനൊന്നും ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. ബാക്കിലത്തെ സസ്പെൻഷനോ ഫ്രണ്ടിലത്തെ സസ്പെൻഷനോ ഒന്നും അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല. എല്ലാം
സ്റ്റോക്ക് തന്നെ ആക്കി. അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്കിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ DB കില്ലർ 2 എക്സോസ്റ്റിൻ്റെ ഊരിയിട്ടുണ്ട്. 2 എക്സോസ്റ്റിൻ്റെയും DB കില്ലർ ഊരിയിട്ടുണ്ട്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ഹഗ്ഗർ. ഇത് നമുക്ക് ഓൺലൈൻ വാങ്ങാൻ കിട്ടുന്ന ഒരു ഹഗ്ഗറാണ്. ഇതിൽ തന്നെ നമ്പർ പ്ലേറ്റിൽ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ആ ഒരു വൃത്തിയോട് മാറി ഇങ്ങോട്ടേക്കാവും. ഇത് പക്ക പെട്ടെന്ന് കാണുമ്പോൾ എന്താ പറയുക, ചെറിയൊരു സ്ക്രാംബ്ലർ ലുക്കില്ലേ. നമ്മൾ ഇങ്ങോട്ടേക്ക് ആ ഇൻഡിക്കേറ്റർ ഇവിടെ വേറൊരു ക്ലാമ്പ് ഉണ്ടാക്കിയിട്ട് ആണ് ഫുൾ പിടിപ്പിച്ചേക്കണേ. ആ തുമ്പിയുടെ വീഡിയോയിൽ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഫുൾ ക്ലാമ്പ് ജീവിതമാണല്ലോ എന്ന്. വണ്ടി മോഡിഫൈ ചെയ്യണമെങ്കിൽ ക്ലാമ്പുകൾ വേണം, അല്ലാണ്ട് ഒരു വഴി നടക്കില്ല. അപ്പോൾ നമുക്ക് വണ്ടിയിലേക്ക് തിരിച്ചുതരാം. ഇതിൻ്റെ വേറൊരു ഈ ഭാഗത്തൊന്നും ഒരു മാറ്റങ്ങളും വരുത്തിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് വണ്ടിയുടെ ലുക്ക്. വേറൊരു സാധനം എന്ന് വെച്ചാൽ ഇതിൻ്റെ സ്പ്രോക്കറ്റ്. ഇത് UTയുടെ സ്പ്രോക്കറ്റാണ്. അതായത് UTക്ക് ഒരു ടീത്ത് കൂടുതലാണ്. അപ്പോൾ UTയുടെ സ്പ്രോക്കറ്റ് ഇടുമ്പോഴത്തേക്കും കൂടുതൽ ഇനീഷ്യലി നമുക്ക് ജമ്പ് പെട്ടെന്ന് കിട്ടും. വീലിയൊക്കെ പെട്ടെന്ന് അടിക്കാൻ പറ്റുള്ളൂ ഈ വണ്ടി കയറിയിരിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ വെയിറ്റൊക്കെ നല്ല രീതിയിൽ കുറച്ചിട്ടുണ്ട്. എത്ര കറക്റ്റ് എന്നറിയാം. പക്ഷേ സ്റ്റോക്ക് മോജനെക്കാട്ടും ഫ്രണ്ട് എൻഡ് നല്ല ലൈറ്റാണ്. കാര്യം അതിൻ്റെ ഹെഡ് ലാമ്പിന് നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട് അത് ശരിക്കും ആ വെയിറ്റ് കുറച്ച് ഈ ഫ്രണ്ടിലത്തെ ഹെഡ് ലാമ്പ് മാറുമ്പോഴത്തേക്കും നല്ല വെയിറ്റ് കുറയും ഫ്രണ്ടിൽ. അപ്പോൾ അതുകൊണ്ട് ഒരു കലക്കൻ ലുക്കാണ് ഫ്രണ്ടിൽ നിന്ന്. അതും വെയിറ്റ് കുറവായതുകൊണ്ട് നമുക്ക് ഭയങ്കര നിമ്പിളായിട്ട് ഇത്രയും കൂടെ സിമ്പിളായിട്ട് നമുക്ക് കൊണ്ടു നടക്കാം ഈ വണ്ടി. സീറ്റ് ഹൈറ്റിന് മാറ്റമൊന്നുമില്ല. 814 സീറ്റ് ഹൈറ്റ്. എനിക്ക് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ഫുട്ടാണ്. ഞാൻ ബൂട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ഫുട്ട് എന്ന് വേണേൽ പറയാം. പിന്നെ ഈ കാണുന്ന ഹാൻഡിൽ ബാർ ഉണ്ടല്ലോ, അത് ഹിമാലയൻ്റെ ഹാൻഡിൽ ബാറാണ്. ഹിമാലയൻ്റെ ഹാൻഡിൽ ബാർ വെച്ചിട്ടുണ്ട്. അതാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ചെറിയ ഹാൻഡിൽ ബാറാണ്. മോജോടെ ഇത്രയും കൂടെ റിലാക്സ്ഡ് ആയിരുന്നു. ഇത് ഇത്രയും കൂടെ അഗ്രസീവ് ആക്കിയിട്ടുണ്ട്. അതുകൂടാണ്ട് ഇവിടെ സൈഡ് മിറേഴ്സ്, ബാർ ആൻഡ് മിറേഴ്സാണ്. ചെറിയ മിറേഴ്സാണ്. അത്യാവശ്യം നമുക്ക് കാണാൻ പറ്റും. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. എൻ്റെ തുമ്പിലുണ്ടായ പോലത്തെ തന്നെ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. പിന്നെ അത് റെഡി ആയിക്കോളും പയ്യ. പിന്നെ കണ്ടില്ലേ ഇവിടെ നിന്ന് മീറ്ററൊക്കെ കാണാൻ അങ്ങ് താന്ന് ചെറിയ മീറ്റർ. ഫ്രണ്ട് ഭയങ്കര കാലി. അതുകൊണ്ട് നമുക്ക് ഭയങ്കര അഗ്രസീവായിട്ട് ഓടിക്കാനും അല്ലെങ്കിൽ നല്ല പൊളിച്ചോടിക്കാനും നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റും. പിന്നെ എൻ്റെ തുമ്പിലുള്ള പോലെ ഹാഫ് ത്രോട്ടിൽ അല്ലെങ്കിൽ ക്വിക്ക് ത്രോട്ടിൽ പിടിപ്പിച്ചിട്ടുണ്ട് ഇതിലും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ വണ്ടിയിൽ ചെയ്തേക്കണ മെയിൻ കാര്യങ്ങൾ. ടാങ്ക് കപ്പാസിറ്റിയൊക്കെ അറിയാം, 21 ലിറ്റേഴ്സ്. ടൂറിങ്ങിന് പറ്റിയ വണ്ടി, അടിപൊളി വണ്ടി. ഇതായിരുന്നു വണ്ടിയുടെ ഓവറോൾ ലുക്സ്. അപ്പോൾ ഡു കമൻറ്റ് ഇൻ ദ കമൻറ്റ് സെക്ഷൻ. നിങ്ങൾക്ക് വണ്ടി എങ്ങനെയുണ്ടെന്ന് കണ്ടിട്ട് എന്ത് തോന്നി, വണ്ടീനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ സൗണ്ട് ഒന്ന് കേൾപ്പിച്ചാൽ കേട്ടോ. ക്ലച്ച് പിടിച്ചാലേ സ്റ്റാർട്ടാവുള്ളൂ. കണ്ടോ, ഇതാണ് എൻ്റെ സൗണ്ട്. ബാക്കി സൗണ്ട് ഞാൻ ഓട്ടത്തിൽ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. അപ്പോൾ നമ്മൾ വണ്ടി റോഡിലേക്ക് ഇറക്കി. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതിൻ്റെ റൈഡിങ് പൊസിഷൻ ഞാൻ പറഞ്ഞത്, മോജോയുടെ റൈഡിങ് പൊസിഷൻ എന്ന് വെച്ചാൽ ഭയങ്കര കംഫർട്ടബിൾ, ഭയങ്കര റിലാക്സ്ഡ് ആണ്. പക്ഷേ ഇത് കുറച്ച് ഫ്രണ്ടിലേക്ക് ലീനാണ്. ഇത്രയും കൂടെ താത്തിയിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു ഹാൻഡിൽ ബാർ റേസറും കൊടുത്തിട്ടുണ്ട്, പക്ഷേ കുറച്ചും കൂടെ താത്തിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഫ്രണ്ടിലേക്ക് ലീനുണ്ട്. റൈഡിങ് പൊസിഷനൊക്കെ ഭയങ്കര നമ്മുടെ ലോവർ ബോഡി ഭയങ്കര റിലാക്സ്ഡ് ആയിരിക്കും, പക്ഷേ അപ്പർ ബോഡി കുറച്ച് ഫ്രണ്ടിലേക്കാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു അഗ്രസീവ്നെസ്സും അതിൻ്റേതായിട്ടുള്ളൊരു ഫണ്ണായിട്ടുള്ളൊരു നല്ല രസമാണ് ഈ വണ്ടി നമുക്ക് ഓടിച്ചുകൊണ്ട് നടക്കാൻ. നമ്മുടെ സിറ്റിയിലായാലും ട്രാഫിക്കിലൂടെയൊക്കെ ആയാലും നമുക്ക് നല്ല രസം ഓടിച്ചുകൊണ്ട് നടക്കാൻ. ഇതിൻ്റെ ഇനീഷ്യലൊക്കെ ശരിക്കും കൂട്ടിയിട്ടുണ്ട്. ഭയങ്കര ഇനീഷ്യലാണ് ഇപ്പോൾ പഴയ മോജോകളെ വെച്ച് നോക്കുവാണെങ്കിൽ. ബിക്കോസ് ഇതിൻ്റെ സ്പ്രോക്കറ്റ് ഞാൻ പറഞ്ഞു മാറ്റിയിട്ടുണ്ട്. അപ്പോൾ സ്പ്രോക്കറ്റ് മാറ്റിയ സ്ഥിതിക്ക് ഇതിൻ്റെ ഇനീഷ്യൽ ഭയങ്കര കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടീത്ത് കാരണം നമുക്ക് ശരിക്കും നല്ല രീതിയിൽ ഇനീഷ്യൽ വ്യത്യാസം നമുക്ക് മനസ്സിലാവും വേറെ മോജോ ഇത് ഓടിക്കുമ്പോഴത്തേക്കും. മീറ്ററൊക്കെ നല്ല വിസിബിളായിട്ട് തന്നെയാണോ നമ്മൾ പിടിപ്പിച്ചേക്കണം. അതിനൊരു ബുദ്ധിമുട്ടൊന്നുമില്ല. മീറ്ററൊക്കെ നമുക്ക് നല്ല രീതിയിൽ കാണാനും പറ്റും. നല്ല വിസിബിളുമാണിത്. ഈ വണ്ടിയും ഏകദേശം ഒരു 40,000 കിലോമീറ്റേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതും ഞാൻ കഴിഞ്ഞ റൈഡ് പോയപ്പോൾ എടുത്ത മോജോയും ഓൾമോസ്റ്റ് എന്താ പറയുക സെയിം റിഫൈൻമെൻറ്റ് തന്നെ ഇപ്പോഴും അത് കീപ്പപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വലിയ ഇഷ്യൂ അല്ലെങ്കിൽ ഒരു സ്മൂത്ത്നെസ് പോവുക അങ്ങനത്തെ ഒരു കാര്യമില്ല. സെയിം റിഫൈൻമെൻറ്റ് ആൻഡ് സെയിം ഒരു സ്മൂത്ത്നെസ് നമുക്ക് ഇപ്പോഴും ആ മോജോന്ന് കിട്ടുന്നുണ്ട് ഇത്രയും കിലോമീറ്റർ ഓടിയിട്ടും. ഇതിൻ്റെ ഹൈലൈറ്റ് ഇതിൻ്റെ സൗണ്ടാണ് കേട്ടോ. ഇതൊരു ഹെഡ് ടേണറാണ്, ഒന്നും പറയാനില്ല. നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് സിമ്പിളായിട്ട് ലൈക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മളൊന്ന് കൈ ഡൗൺ ചെയ്ത് കൈ കൊടുത്താൽ പട്ടപ്പട്ടയെന്ന് നമുക്ക് കയറി പോകാനും പറ്റും. അത് കൂടാതെ ഇതിൻ്റെ ഗിയർ ബോക്സും ഇപ്പോഴും നല്ല സ്മൂത്താണ്. നമുക്ക് നല്ല റെസ്പോൺസീവ് ഗിയർ ബോക്സാണ്. ഒന്ന് ഡൗൺ ചെയ്ത് നമുക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും ഒന്ന് ഓവർടേക്ക് ചെയ്യും, ഒന്ന് ഡൗൺ ചെയ്ത് കൊടുത്ത് നമ്മളൊന്ന് കൈ കൊടുത്ത് അപ്പടേന്ന് പറഞ്ഞ വണ്ടി ഓവർടേക്ക് ചെയ്യും. അതും ഗിയർ ബോക്സ് ഭയങ്കര പ്രിസൈസായിട്ട് തന്നെ ഷിഫ്റ്റ് ആവുന്നതും നമുക്ക് റോഡിൽ കൂടുതൽ കോൺഫിഡൻസ് തരും ഇതിൻ്റെ റൈഡിങ് പൊസിഷൻ. ഇതിന് ട്രിപ്പിൾ ഡിജിറ്റ് സ്പീഡ് കയറാൻ വലിയ സമയമൊന്നും വേണ്ട, പെട്ടെന്ന് കയറും. കണ്ടോ, പട്ടപ്പട്ടേ എന്നാണ് നമ്മൾ 100 എത്താൻ അധികം സമയമൊന്നും വേണ്ട. പക്ഷേ ഇതിൻ്റെ സ്പ്രോക്കറ്റ് നമ്മൾ എന്താ പറയുക
ഇപ്പോൾ എനിക്ക് 6th ഗിയറിൽ ഞാൻ ഒരു 5000 RPM സ്റ്റോക്ക് മോജോ പോവുകയാണെങ്കിൽ എനിക്ക് 100 എത്താൻ പറ്റും. പക്ഷേ ഇതിൽ ഞാൻ സെയിം 6th ഗിയറിൽ ഒരു 5000 RPM പോവുകയാണെങ്കിൽ 90-ലായിരിക്കും. കാര്യം ഇതിൻ്റെ നമ്മൾ ഇനീഷ്യലാണ് കൂട്ടിയേക്കണേ. അതായത് സ്പ്രോക്കറ്റിൻ്റെ എണ്ണം കുറയുമ്പോൾ തോറും നമുക്ക് ടോപ്പ് സ്പീഡ് കൂടുതൽ കിട്ടും ലോവർ RPM. അപ്പോൾ ഇതിന് സ്പ്രോക്കറ്റിൻ്റെ എണ്ണം കൂടിയൊക്കെയാണ് ചെയ്യണേ. കുറയുമ്പോൾ നമുക്ക് ടോപ്പ് സ്പീഡ് കൂടുതൽ കിട്ടും, കൂട്ടുമ്പോൾ നമുക്ക് ഇനീഷ്യൽ കൂടുതൽ കിട്ടും. പക്ഷേ ആ ഒരു സ്പീഡ് റേഞ്ച് നമുക്ക് കുറയും. പഴം പോലെ നമുക്ക് ഈ വണ്ടി നമുക്ക് ട്രാഫിക് കൊണ്ട് നടക്കാം. അതുകൂടാണ്ട് പെട്ടെന്ന് നമുക്ക് ഫ്ലിക്ക് ചെയ്ത് നടക്കാം. അതുകൊണ്ട് ഭയങ്കര രസം ഈ വണ്ടി ഓടിക്കാൻ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു മോജോ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു വണ്ടി മോജോ ആണ്. അതിലും ഏറ്റവും ഇഷ്ടമുള്ളൊരു വണ്ടി ഇതാണ്. കാര്യം ഇത് പണിത് ഞങ്ങളിപ്പോഴും പണിതുകൊണ്ടിരിക്കുക. ഇപ്പോഴും പണിതുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. ഇപ്പോഴും ഇതിൻ്റെ മോഡിഫിക്കേഷൻസ് കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇതിൻ്റെ പിന്നെ അപ്സൈഡ് ഡൗൺ ഫോക്സ് ആയതുകൊണ്ട് കുറച്ച് ഹാർഡർ സൈഡ് ആട്ടോ ഫോക്സ്. നമ്മുടെ സസ്പെൻഷൻ അത്ര സ്മൂത്തൊന്നുമല്ല. പുതിയ മോജോയുടെ അല്ലെങ്കിൽ നമ്മൾ നോർമൽ ടെലിസ്കോപ്പിക് സസ്പെൻഷനുള്ള മോജോയുടെ ഇത്രയും കൂടെ സ്മൂത്താണ്, ഇത്രയും കൂടെ സോഫ്റ്ററാണ് സസ്പെൻഷൻ. ഇതിൻ്റെ കുറച്ച് ഹാർഡർ സൈഡിലേക്കാണ് സസ്പെൻഷൻ. ഇതിൻ്റെ ഒരു ഓണർഷിപ്പ് റിവ്യൂ എന്ന് പറയണമെങ്കിൽ ഞാൻ ഇത്രയും കിലോമീറ്റർ ആയിട്ട് വണ്ടി എനിക്ക് തോന്നുന്നു 2 പ്രാവശ്യം ടയർച്ച്, ഇതിപ്പോൾ 3ാമത്തെ ടയറാണ് കിടക്കണേ. 2 ടയർ ചേഞ്ചായി. ഏകദേശം 40,000 കിലോമീറ്റേഴ്സ് ആയി വണ്ടി. അപ്പോൾ 2 ടയർ ചേഞ്ച് ആയിട്ടുണ്ട്. അത് കൂടാണ്ട് ചെയിൻ സ്പ്രോക്കറ്റും 2 പ്രാവശ്യം മാറിയിട്ടുണ്ട്. ഇതിപ്പോൾ 3ാമത്തെ ചെയിൻ സ്പ്രോക്കറ്റ് കിടക്കണേ. പിന്നെ മാറിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ പിന്നെ അങ്ങനെ വലിയ പണിയൊന്നുമില്ല. പിന്നെ നമ്മൾ DB ക്വില്ലർ ഊരുമ്പോൾ നമ്മുടെ O2 സെൻസർ എന്ന് പറഞ്ഞൊരു സെൻസർ ഉണ്ട് നമ്മുടെ എക്സോസ്റ്റിൻ്റെ. ആ സെൻസറിൻ്റെ വാറണ്ടി പോകും. കാരണം ആ സെൻസർ അടിച്ചു പോകാൻ ചാൻസസ് കൂടുതലാണ്. അത് അടിച്ചു പോയാൽ നമുക്ക് മിസ്സിങ് കാര്യങ്ങളൊക്കെ വരും. അങ്ങനെ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ആ സെൻസർ അടിച്ചു പോകാനുള്ള കാരണമാണ് ആരും DB കില്ലർ ഊരാൻ ഷോറൂമിൽ നിന്ന് അവർ പറയാത്ത. DB കില്ലർ ഊരി അവർ പറയണം ആദ്യത്തെ കാര്യമായിരിക്കും നമ്മുടെ വാറണ്ടി കട്ടാവുന്നതായിരിക്കും O2 സെൻസറിൻ്റെ. അപ്പോൾ അത് മാത്രമാണ് DB കില്ലർ ഊരിയുള്ള ഇഷ്യൂ. ആ സെൻസറിൻ്റെ വില ഏകദേശം ഒരു 2700 റുപ്പീസാണ് വരുന്നത്. അപ്പോൾ അത് മാത്രമേ ഈ വണ്ടിക്ക് എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളൂ. പിന്നെ ചിലവർക്ക് ഫ്യൂവൽ ഗേജിൻ്റെ ഇഷ്യൂ വന്നിട്ടുണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ പെട്രോൾ പമ്പൊക്കെ അടിപൊളിയായതുകൊണ്ട് ഒട്ടും കരട് കാര്യങ്ങളൊന്നും വരാത്തത് കൊണ്ട് നമുക്ക് ഇടയ്ക്ക് ഫ്യൂവൽ ഫിൽറ്ററും ടാങ്കിൻ്റെ അകത്തെ മാറേണ്ടി വരും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ പീരിയോഡിക് സർവീസാണ്. എല്ലാ സർവീസും ഏകദേശം ഒരു 2500 2000 ആ റേഞ്ചിലാണ് സർവീസ് കോസ്റ്റൊക്കെ വരുന്നത്. പിന്നെ നമ്മളൊരു 30,000 കിലോമീറ്റർ ആകുമ്പോഴത്തേക്കും ഫ്രണ്ട് ഫോക്സിൻ്റെ ഓയിൽ നമ്മളൊന്ന് മാറേണ്ടതാണ്. അത് ഓയിൽ സീല് കാര്യങ്ങളും എല്ലാം ഒന്ന് മാറേണ്ടതാണ്. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഓണർഷിപ്പ് റിവ്യൂ അല്ലെങ്കിൽ ഇതിനുള്ള കോസ്റ്റുകൾ. നമ്മൾ നോർമൽ ഒരു ബൈക്ക് മെയിൻറ്റെയിൻ ചെയ്യണം അതേ ഒരു കോസ്റ്റ് തന്നെയാണ്. പിന്നെ നമുക്ക് ഇവിടെ കൊച്ചിയിൽ ഉള്ള ഷോറൂം ആലുവയിലാണ്. അത് അത്യാവശ്യം നല്ല സർവീസ് സെൻ്ററാണ് മോജോയുടെ. കുറേ പേര് അവിടെ ആ ഷോറൂം തപ്പിപ്പിടിച്ച് വന്ന് പണിയുണ്ട്. നമുക്ക് കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യാനായാലും ഒരു ഡെയിലി യൂസ് വണ്ടി ആയാലും അല്ലെങ്കിൽ ഒരു കമ്മ്യൂട്ടർ ആയാലും ഒരു ടൂറിംഗ് ബൈക്ക് ആയാലും എല്ലാം കൊണ്ടും നമുക്ക് എന്ത് രീതിയിലും കൊണ്ട് നടക്കാൻ പറ്റിയൊരു വണ്ടിയാണ് മോജോ. അത് പിന്നെ ഇങ്ങനെ മോഡിഫൈ ചെയ്യണമെന്ന് ആൾക്കാരുണ്ടെങ്കിൽ അതും വേറെ ലെവലാണ്. ഞാൻ പറഞ്ഞില്ല, നമ്മുടെ വണ്ടി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊണ്ടു നടന്നാൽ നമുക്കൊരു മനസ്സിനൊരു സുഖം ഉണ്ടാവും. അത് എത്ര ചീത്ത വണ്ടിയായാലും ഏതൊരു ചെറിയ വണ്ടിയായാലും നമുക്ക് ഒരു വണ്ടി ഇപ്പോൾ ഏത് വണ്ടി വേണം, ഒരു സ്പ്ലെൻഡർ വേണമെങ്കിൽ എടുത്തോ, അതും നമുക്ക് മോഡിഫൈ ചെയ്ത് നമ്മുടെ ഇഷ്ടത്തിന് കൊണ്ടുവരുന്നത് നമുക്കൊരു സുഖമായിരിക്കും ആ വണ്ടി ഓടിക്കുമ്പോൾ. അല്ലെങ്കിൽ ആ വണ്ടി നമ്മൾ ഓടിച്ചുകൊണ്ട് നടക്കുമ്പോൾ നമുക്ക് ഒരു ഫീൽ ഉണ്ടാവും. ലൈക്ക് ഇത് ഞാൻ പണിത വണ്ടിയാണ്, ഐ ആം പ്രൗഡ് ടു റൈഡ് ദിസ്, അങ്ങനത്തെ ഒരു ഫീൽ വരും. അപ്പോൾ മോഡിഫിക്കേഷൻ എനിക്കറിയാം ലീഗലല്ല, പ്രശ്നങ്ങളാണ് എല്ലാം. ബട്ട് സ്റ്റിൽ ലീഗലായിട്ട്, അതാണ്ട് ആൾക്കാരെ വെറുപ്പിക്കാത്ത രീതിയിൽ നമ്മൾ മോഡിഫൈ ചെയ്യുക. ഒരു പാർട്സ് എടുത്ത് കളയാണ്ട് എല്ലാ പാർട്സും വെക്കുക. വേറെ വണ്ടിയുടെ ആയാലും ഹെഡ് ലാമ്പ് ആയാലും ഇൻഡിക്കേറ്റേഴ്സ് ആയാലും എല്ലാ സാധനങ്ങളും വെച്ച് മോഡിഫൈ ചെയ്യുക. അപ്പോൾ വണ്ടി കാണാനും ഭംഗിയുണ്ടാവും. ഈ ബൈക്കിന് മൈലേജ് ഏകദേശം ഒരു 30 to 35 ഹൈവേസിലും കിട്ടും. അറൗണ്ട് 25 to 30 ഓൺ സിറ്റി റോഡ്സ്. സിറ്റി റോഡ്സിലെ പ്രശ്നമൊന്നും അറിയാമല്ലോ, ബ്ലോക്ക് കാര്യങ്ങളെല്ലാം കൂടെ കൂട്ടി 25 to 30 വരെ കിട്ടും. ഹൈവേസിലാണെങ്കിൽ 30 to 35 കിട്ടും. അത് നമുക്ക് അത്യാവശ്യം നല്ലൊരു മൈലേജാണ്. പവർ വേണമെങ്കിൽ മൈലേജ് കോംപ്രമൈസ് ചെയ്യണം. അതാണ് നമ്മുടെ കോൺസെപ്റ്റ്. അതാണ് ഏതൊരു മോഡിഫിക്കേഷൻ ആയാലും, ഏതൊരു കാര്യത്തിൽ, ഏതൊരു വണ്ടിയുടെ മോഡിഫിക്കേഷൻ പവറിൽ നമ്മൾ എന്തെങ്കിലും പവർ കൂട്ടണമെന്ന് തോന്നിയാൽ വി ഹാവ് ടു കോംപ്രമൈസ് ഓൺ മൈലേജ്. അപ്പോൾ അതായിരുന്നു ഈ വണ്ടിയുടെ മൈലേജും കാര്യങ്ങളും. അതായിരുന്നു ഈ വണ്ടിനെ പറ്റിയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ബെല്ലൈക്കൺ ഞെക്കുക. അടുത്ത വീഡിയോ വരുമ്പോൾ ബെല്ല് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. സൈൻ ഓഫ് ചെയ്യണം. മറ്റാരുമല്ല, നിങ്ങളുടെ സ്വന്തം കൊച്ചുമച്ചാൻ. ബൈ.